ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു പുതിയ ജോമെട്രി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടൊരു സ്ക്വയർ വരച്ചെടുക്കുന്നുണ്ട്. ഒരു 10 സെൻറ്റിമീറ്റർ ലെങ്ത്ത് വരുന്ന സൈഡ്സ് വരുന്ന സ്ക്വയറാണ് വരച്ചെടുക്കുന്നത്. സ്ക്വയർ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ സ്ക്വയറിനെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 10 സെൻറ്റിമീറ്റർ സൈഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ 2.5 ലെങ്ത്ത് വരുന്ന 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ ഇതിന് 2 സൈഡിൽ നിന്നും ലൈൻസ് വരച്ചിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കിട്ടും. നമുക്ക് ചെറിയ കുറേ സ്ക്വയേഴ്സ് ഇതിന് ഉള്ളിൽ ഫോം ചെയ്തിട്ടുണ്ട്. ഇനി ഓരോ സ്ക്വയറിൻ്റെയും സെൻറ്ററിലായിട്ട് ഓരോ ലൈൻസ് വരച്ചെടുക്കുക. ലൈൻസ് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ചെറിയ സ്ക്വയർ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ലൈൻസ് വരച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇത് ചെറിയൊരു സ്ക്വയേഴ്സ് ആക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ തന്നെ എല്ലാ സ്ക്വയറിൻ്റെ ഉള്ളിലും ഇങ്ങനെ വരച്ചെടുക്കുക. നമുക്ക് ഇതെല്ലാത്തിലും വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ചെറിയ സ്ക്വയേഴ്സ് ബ്ലാക്ക് കളർ വെച്ചിട്ട് കളർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ചെറിയ സ്ക്വയേഴ്സും ബ്ലാക്ക് വെച്ചിട്ട് കളർ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇതങ്ങനെ ക്രോസ് ആയിട്ട് ഓരോ ലൈൻസ് വരച്ചെടുക്കുകയാണ്. അപ്പോൾ കളർ ചെയ്തെടുത്ത സ്ക്വയറിൽ നിന്ന് ഓപ്പോസിറ്റിലെ ആ കോർണറിലേക്ക് ഓരോ ലൈൻസ് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ സ്ക്വയേഴ്സിൻ്റെ ഉള്ളിലും ഇത് തന്നെ ചെയ്യാം. ഇത് വളരെ ഈസി ആയിട്ട് വരച്ചെടുക്കാൻ പറ്റിയൊരു ജോമെട്രിയാണ്. ഇങ്ങനെ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കളർ ചെയ്തെടുക്കാം. അതിൻ്റെ ഒരു പോർഷൻ ഗ്രീൻ കളർ ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാത്തിലും ഗ്രീൻ കളർ ചെയ്തിട്ടുണ്ട്. ആ ബാക്കി വരുന്ന പോർഷൻ നമുക്ക് യെല്ലോ കളറ് ചെയ്തെടുക്കാം. ഞാൻ ഗ്രീനും യെല്ലോയും ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. നമുക്കൊരു 3D വാൾ ഫോം ചെയ്യുന്നത് കാണാം. നമുക്ക് എല്ലാത്തിലും യെല്ലോ കളർ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. ഏത് 2 കളേഴ്സും നമുക്ക് യൂസ് ചെയ്തിട്ട് വരച്ചെടുക്കാം.